ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ സുലഭമായി കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. അപ്പോൾ ഇൻഗ്രീഡിയൻ്റ് എന്താണെന്നുള്ളത് ഞാൻ അവസാനം പറയാം. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുണ്ടായ ഒരു വാഴ കുലച്ചതാണ്. അപ്പോൾ അത് വെട്ടുന്നതും പിന്നെ അതിൻ്റെ ഉണ്ണിക്കാമ്പ് എടുക്കുന്നതൊക്കെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ഒരു വാഴനെ കൊണ്ട് നമുക്ക് എന്തൊക്കെ യൂസ് ഉണ്ട് എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വാഴൻ്റെ കുല വെട്ടി അതിന് ശേഷം അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു ഭാഗമാണിത്. ഇവിടെ എൻ്റെ നാട്ടിൽ ഉണ്ണിക്കാമ്പ് എന്നാണ് പറയുക, ചില സ്ഥലത്ത് ഉണ്ണിക്കാമ്പ്, അങ്ങനെ പല പേരും ഉണ്ട്. എൻ്റെ നാട്ടിൽ ഉണ്ണിക്കാമ്പ് എന്നാണ് പറയുക. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. പിന്നെ വാഴൻ്റെ കൊലയാണിത്, അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിക്കാമ്പ് കട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു മെത്തേഡിലാണിത് കട്ട് ചെയ്യുക. ഇത് കട്ട് ചെയ്യാൻ പ്രത്യേക ഒരു സ്കില്ലൊക്കെ വേണം. അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ എനിക്ക് വലിയ വശമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഇക്കാക്കൻ്റെ വൈഫിൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യൽ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയെടുത്തത്. എന്നിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ ആ ഒരു നൂല് പോലത്തെ സാധനം ആദ്യം റിമൂവ് ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇതേപോലെ ഇങ്ങനെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പേരിയാണ്. ഉണ്ണിക്കാമ്പ് വെച്ചിട്ട് ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ്. അപ്പോൾ മൺചട്ടിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ഈ കറിവേപ്പില ഇവിടെ നിന്ന് പറിച്ചത് തന്നെ കേട്ടോ, നമ്മൾ മുറ്റത്തുണ്ടായ കറിവേപ്പിലാണ്. അതിലേക്ക് കടുകിട്ട് വെളിച്ചെണ്ണയിലേക്ക്, അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒരു സവാള, ആവശ്യത്തിനുള്ള പച്ചമുളകും കറിവേപ്പിൻ്റെയും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഉള്ളിലേക്ക് നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉണ്ണിക്കാമ്പ് ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിക്കാമ്പിൻ്റെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടിപൊളിയായിട്ടുള്ള ഉണ്ണിക്കാമ്പ് വെച്ചിട്ടുള്ള അച്ചാർ നോക്കാം. അപ്പോൾ അച്ചാറിലേക്ക് വേണ്ടുന്ന ഉണ്ണിക്കാമ്പ് ഞാൻ നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ ചെറുതാക്കി നല്ല വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിലേക്ക് വേണ്ടുന്നത് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ കട്ട് ചെയ്തത്, ഒരു 10 പച്ചമുളക്, 1.5 ടേബിൾ സ്പൂൺ ഗാർലിക്ക് ചോപ്പ് ചെയ്തത്, അതേപോലെ ആവശ്യത്തിനുള്ള ഉണ്ണിക്കാമ്പ് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് വിനിഗർ വേണം. അതേപോലെ തന്നെ ഞാൻ ഇൻസ്റ്റൻറ്റ് പിക്കിൾ പൗഡറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റൗവിൽ ഞാനൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ലെണ്ണ, ഒരു 2.5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക. അത് നല്ലപോലെ ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം അപ്പോൾ കടുക് പൊട്ടി അതിലേക്ക് പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് അതും കൂടെ പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചേർത്തെടുക്കുന്നത്. അത് രണ്ടും കൂടെ ചേർത്ത് നല്ലപോലെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്ന ടൈമിൽ നമ്മൾ പച്ചമുളകും മുറിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത പച്ചമുളകൊക്കെ നല്ല അതിൻ്റെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉണ്ണിക്കാമ്പും അതേപോലെ തന്നെ കല്ലുപ്പ്, നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് കല്ലുപ്പാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമ്മൾ അച്ചാർ പൊടി ചേർത്ത് കൊടുക്കുന്നത്. അച്ചാർ പൊടി ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം ഞാൻ അതിലേക്ക് 1.5 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം വിനിഗർ ചേർത്ത് കൊടുക്കുകയാണ്. വിനിഗർ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നിങ്ങളുടെ പുളിക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വിനിഗർ നിങ്ങൾക്ക് ചേർക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പ് വിനിഗർ ചേർത്തിട്ടുണ്ട്. ഇളക്കി നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. ഈ ഉണ്ണിക്കാമ്പിൻ്റെ ആ ഒരു ക്രഞ്ചിനെസ് ഉണ്ട്, അതാണ് ഈ അച്ചാറിൻ്റെ ഹൈലൈറ്റ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും, എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ വീണ്ടും കാണാം.